வந்திருக்கிற இடம் சூப்பர். பட்டாய் கலப்பலாம். വിജയ് രസികർ മണ്ഡലവും CSR ഉണ്ടല്ലോ. എല്ലാരും കൂടെ രാത്രി എന്താ ഇവിടെ പരിപാടി? നിന്നെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ബാസ്റ്റിൻ മുതലാളി, ഒരുത്തനെയും വെളിവിടരുത്. ഷട്ടർ ഇടും. മെയിൻ സ്വിച്ച് എവിടെയാ? മെയിൻ സ്വിച്ച് നേരെ ചെന്നിട്ട് അടുത്തോട്ട് പോയാൽ നേരെ പോയിട്ട് എടുത്തോട്ടോ. അതെ, റീഡിംഗ് എടുക്കാനല്ലേ? അതെ അതെ അതെ, നടക്കട്ടെ. റീഡിംഗ് എടുക്കുന്നത് ഇങ്ങനെയുള്ള മണ്ടന്മാരെ വെച്ചാൽ ഓർഗൻ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലേ എന്റെ മുമ്പിൽ ഒരിക്കൽ കൂടി ഇങ്ങനെ വന്ന് നിൽക്കാൻ ഇടവരരുന്നു. മുതലാളി അടക്കാൻ പറ്റണല്ലോ മുതലാളി, ക്രീസില്ല. கொஞ்சம் ஓப்பன் பண்ணி வைங்க சார், ஆവശ്യം വരും. തമ്പാനൊരു തട്ടുകടയില് പൊറോട്ട അടിച്ചു തുടങ്ങിയതായി അർജുനൻ. ഇപ്പൊ കുറച്ചങ്ങ് വളർന്നു. നിനക്കൊന്നും മുട്ടാൻ പറ്റിയല്ല. ഇത്ര ധൈര്യമായിട്ട് ഇങ്ങോട്ടൊക്കെ കയറി വരുമ്പോ കുറച്ചുകൂടെ ആളെ കൂട്ടായിരുന്നു. ഇനി ഒരുത്തനോടൊന്ന് ജീവനോടെ പോകില്ല. സാറേ, ഇവന്മാരൊക്കെ ഈ പിരിപോയ കേസാന്ന് വെക്കാം. വരുന്ന ഇലക്ഷനൊക്കെ നിന്ന് മന്ത്രിയായിട്ട് അങ്ങ് പോയാൽ പോരായിരുന്നു സാറിന്. ഇനിയിപ്പോ എന്താ? കഴിഞ്ഞു. നിർത്ത. കുറെ നേരം ഞാൻ കൊണാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. നീയൊക്കെ എന്ത് കൊണച്ചെന്നാണ് ഈ പറയുന്നത്? എടാ, ഒരു പണി വൃത്തിക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഏക്കരുത്. എനിക്ക് ജയ് വിളിക്കാനും എന്റെ കട്ടൗട്ട് വെക്കാനും ഒരു ചെലവില്ല. ഞാൻ സെറ്റ് ചെയ്ത പിള്ളേരവര് രണ്ടുകൂടെ കളിച്ച് കളഞ്ഞില്ലേ? എടാ, നിനക്കൊക്കെ ഇത് എന്തിന്റെ കഴപ്പാണ്? ആ വിജയ്ക്ക് കട്ടൗട്ടും വെച്ച് അതിന്റെ മുകളിൽ പാലും കോരി ഒഴിച്ച് പണ്ടാറടങ്ങിയ പോരെ. എന്തിനാ സൈമ ആവശ്യമില്ലാതെ എന്റെ നേർക്ക് വന്നത്? നിന്റെ കൊച്ചിനൊരു കുഴപ്പമില്ല, തിരിച്ചു തന്നില്ല ഞാൻ. പിന്നെ എന്തിനാടാ എന്റെ പുറകെ വന്നത്? നമ്മുടെ പയ്യന്മാരാ ചൂളേന്ന് വല്ല പിള്ളേരെ പൊക്കിയായിരുന്നു കേട്ടോ. ആ ചൂളയിൽ ഓട്ടോ ഓടിക്കുന്ന ഒരു തെണ്ടിയുടെ കൊച്ചാണ്. ഇപ്പൊ ഇളകുമല്ല അവിടെ കടന്ന കുളകളെന്ന് പറയാം. നീ ഒരു കാര്യം ചെയ്യും, എവിടെയെങ്കിലും ആളുടെ കൊണ്ട് തള്ളേനെ. തൊണ്ടികൊല്ല കൂട്ടത്തിലായി ഇപ്പോഴും പോയിട്ടുണ്ട്. പക്ഷെ അതിനകത്തുള്ളതെങ്ങാനും പുറത്ത് വന്നോ? സോറി സൈമൺ, ഗെയിം ഓവർ. സാറെന്താ മങ്കാത്ത കളിക്കുവാണോ? സാറ് വില്ലനാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു. സാറ് വിചാരിക്കും സാറ് ഞങ്ങളെയൊക്കെ അങ്ങ് ലോക്ക് ചെയ്തിരിക്കുകയാണ്. സാറിനെ ഞങ്ങളാ ലോക്ക് ചെയ്തിരിക്കുന്നത്. ഗെയിം ഓവർ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഈ കോയിൻ മേലോട്ടിട്ടാൽ മതി. മെയിൻ സ്വിച്ച് ഞാൻ ഓഫ് ചെയ്തോളാം. നിനക്കല്ലേ ഇടിക്കില്ലേ? പോയി ഇടിക്കടാ. പൊളിക്കണം സൈമ.
നമ്മളെല്ലാരും ആത്മസൗകര്യം പാലിക്കണം. ഓ അന്നാണ് എനിക്ക് ശരിക്കും വിജയ് ഫാൻസിന്റെ സ്ട്രെങ്ത് മനസ്സിലായത്. അന്നെങ്കിലും മനസ്സിലായില്ല. അവന്മാരെന്നെ കൊല്ലാതെ വിട്ടത് എന്റെ ഭാഗ്യം. സാർ ഇത്രയും വലിയ ഉടായിപ്പായിരുന്നാ? കുറച്ച് ലക്ഷറി ആയിട്ടൊന്ന് ജീവിക്കാന്ന് കരുതി. എടാ ഗോപു, ഈ ലോകത്ത് തെറ്റിയാത്തവരുടെ ആരെങ്കിലും ഉണ്ടടാ? ഇലക്ഷനൊക്കെ നിന്ന് നാട്ടുകാരെയൊക്കെ പറ്റിച്ച് നൈസായിട്ട് അങ്ങ് ജീവിച്ചു പോയപ്പോഴാണ്. ആ മതിയായിരുന്നു. അത്യാഗ്രഹം ആപത്താണ്. അല്ല സാറിന്റെ പാർട്ട്നേഴ്സ് ഒക്കെ ഇപ്പൊ ഇവിടെ? ആ അർജുനനും ഭീമനും. ഞാൻ നോക്കിക്കോട്ടെ. നമുക്ക് ജാസ്തി നമുക്ക് ഏത് നേരത്ത് സാറേ ദേ ഈ നമുക്ക് പറ്റാത്തവന്മാരൊക്കെ അടുക്കള കയറ്റുന്നത് ഉള്ള ഉപ്പെല്ലാം മാറിയിട്ടേക്കാന്ന്. സാറേ അപ്പൊ ഈ പോക്കർ സേവൻ ഇപ്പൊ എവിടെ ഉണ്ട്? ശരിയാണല്ലോ, പുള്ളിക്കാരിപ്പോ ഇവിടെ ഉണ്ട്. പോക്കിരി സേമ. എടോ ലാത്തി വീശണോ വെടിവെക്കണോന്നൊക്കെ ഞാൻ പറയും. തനിക്ക് സൗകര്യമില്ലെങ്കിൽ പറ. ഇവിടെ കേരള പോലീസിൽ വേറെ ആമ്പിള്ളേരുണ്ട്. ഹലോ, ഞാൻ ഡ്യൂട്ടിയിൽ അങ്ങോട്ട് വന്നോണ്ടിരിക്കാ. സാർ മേലെ കയറി നിന്നിട്ടാണോടോ സല്യൂട്ട് ചെയ്യുന്നത്? അല്ല, താഴെ ഇറങ്ങ്. ഇനി സല്യൂട്ട് ചെയ്യ്. സാർ പൊയ്ക്കോ. സല്യൂട്ട് ചെയ്യാൻ പോലും അറിയാൻ പാടില്ലാത്ത കുറെ കിഴങ്ങന്മാർ കയറിയിട്ടുണ്ട് ഇപ്പൊ കേരള പോലീസ്. കിഴങ്ങനോ? ഞാനോ? ഒരു 2 മിനിറ്റ്.